അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ആനച്ചവിട്ടി. നിങ്ങളുടെ നാട്ടിലേക്ക് എന്താണ് ഇതിനെന്ന് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളിത് ഫ്രൈ ചെയ്യുകയാണ് ഇന്ന്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കറിവേപ്പില. ഇതെല്ലാം കൂടി പൊടികളൊക്കെ കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിലോ വെള്ളത്തിലോ മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് മീനിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മളിതാ അടുപ്പ് കത്തിച്ച് അതിന് ശേഷം ഇതാ ചട്ടി വെച്ചു. ചട്ടി പഴയ ചട്ടിയാണ് കേട്ടോ. ചട്ടിയൊക്കെ വെച്ച് അതിന് ശേഷം ഇതാ നമ്മൾ കറിവേപ്പില വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ കറിവേപ്പില അതിൻ്റെ മുകളിൽ രണ്ടല്ലിയായിട്ട് മീൻ ഒട്ടി പിടിക്കാണ്ട് നിൽക്കാൻ കറിവേപ്പില ഇട്ട് നമ്മൾ മെല്ലെ ഇതാ നമ്മുടെ മീൻ ആനച്ചവിട്ടി മീൻ, ഞങ്ങളെ നാട്ടിലേക്ക് ഇങ്ങനെ ആനച്ചവിട്ടി എന്നാണ് പറയാറുള്ളത്. ഓരോ സ്ഥലത്തേക്ക് ഓരോ പേരായിരിക്കും. അപ്പോൾ അതാ മീൻ നമ്മൾ മെല്ലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആവുന്നുണ്ട്, അധികം വേവൊന്നും വേണ്ടല്ലോ മീനിന്. അപ്പോൾ മീനിൻ്റെ മണം കറിവേപ്പിലിൻ്റെ വെളുത്തുള്ളിൻ്റെയൊക്കെ മണം അടിച്ച് പഠിക്കാനിരുന്ന ആൾ വന്ന് നോക്കുന്നുണ്ട്. ഒരു കള്ളിപ്പൂച്ച, വീട്ടിലെ ചെറിയൊരു കള്ളിപ്പൂച്ചയാണിത്. അപ്പോൾ വന്ന ആൾ നടന്ന് വന്ന് ഇതവിടെ കയറിയിരുന്ന് മീനിനെ കാത്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ ഏതായാലും ഫ്രൈ ഒക്കെ ആയിക്കഴിഞ്ഞ് അപ്പോൾ ചോറ് തിന്നാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് ആൾ. അത്യാവശ്യം മീനൊക്കെ വെന്ത് കഴിഞ്ഞ് ചെയ്തപ്പോൾ രാവിലത്തെ നമ്മുടെ ചെറുപയറിൻ്റെ കറി ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ പുട്ടുണ്ടാക്കി ചെറുപയർ കറിയാണ് അത്. ചെറുപയറിൻ്റെ കറിയും പിന്നെ ചോറും പിന്നെ നമ്മുടെ മീനും അച്ചാറും. ബാക്കി വിശക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്